ശ്രീ വി പി മുസ്തഫ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയല്ലേ ഉള്ളൂ ആക്ഷേപം, അല്ലാതെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇല്ലല്ലോ അല്ലേ? ഇവിടെ വളരെ തന്ത്രപൂർവ്വം അസിത, നിങ്ങളെ പോലും കുഴപ്പത്തിൽ ചാടിച്ചിട്ട് നിങ്ങളിങ്ങനെ വല്ലാതെ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മർദ്ദത്തിലാക്കിയിട്ട് ജിൻഡോ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ പ്രശ്നം എന്താ? രത്തൻ കേൽക്കർ അല്ലല്ലോ പ്രശ്നം. രത്തൻ കേൽക്കറെ തന്റെ ഓഫീസിലെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ നിയമിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയല്ലേ, വി ഡി സതീശന്റെ നടപടിയല്ലേ? ചർച്ച ബോധപൂർവം അദ്ദേഹം രത്തൻ കേൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മെറിറ്റ്, അദ്ദേഹത്തിന്റെ ഡിമെറിറ്റ്, അദ്ദേഹത്തിന്റെ മഹത്വം അതിലേക്ക് കൊണ്ടുപോവുക. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ കാതലേതാ? രത്തൻ കേൽക്കർ അല്ല. രത്തൻ കേൽക്കർ എന്ന് പറയുന്ന IAS ഇന്നലെ വരെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ വഹിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ പൊടുന്നനവേ AICC അറിയാതെ, രാഹുൽ ഗാന്ധി അറിയാതെ, ഈ മുഖ്യമന്ത്രിയെ നിയമിച്ച ഹൈക്കമാൻഡ് അറിയാതെ തന്റെ സ്വന്തം ഓഫീസിലേക്ക് ഇത്ര പൊടുന്നനവേ നിയമിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയല്ലേ? ആ മുഖ്യമന്ത്രിയുടെ നടപടിയല്ലേ സംശയാസ്പദം? എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതെ ചർച്ച മുഴുവൻ വഴിതിരിക്കുക, CPM കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ നടത്തുക. തൃശ്ശൂരിലെ വോട്ടുകൾ അവിടെ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥി ജയിക്കാനിടയായപ്പോൾ അവിടെ ആ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള വോട്ടുകൾ ചേർക്കാനിടയായ പ്രശ്നം, അത് CPIM പ്രതികരിച്ചതും അത് വലിയ നിലയിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതും ഞങ്ങളുടെ മാധ്യമങ്ങളിൽ ദേശാഭിമാനിയും കൈരളിയും ഉൾപ്പെടെ അത് ഏറ്റവും സജീവമായ ചർച്ചയാക്കി ആ ദിവസങ്ങളിൽ കൊണ്ടുവന്നതും മാലോകർക്കറിയാം, അത് കാണുന്ന ജനങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM കുറിച്ചുള്ള ഒരു പ്രത്യേക ഭദ്രതയുള്ളത് കൊണ്ട്, പ്രത്യേക അന്ധതയുള്ളത് കൊണ്ട് അത് കാണുകയോ കേൾക്കുകയോ ചെയ്യില്ല കോൺഗ്രസിന്റെ പ്രതിനിധി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതൊക്കെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഇടപെടൽ ആരുടെ വോട്ടാണ്? 80,000 വോട്ടുകൾ നേരത്തെ TN പ്രതാപന് കിട്ടിയത്, അതിന് മുമ്പേയുള്ള തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്, ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ കാണാതെ പോയത് ഏത് പാർട്ടിയുടേതാണ്, ഏത് മുന്നണിയുടേതാണ്? കണക്കുകൾ നമ്മുടെ മുന്നിലില്ലേ? അതല്ലല്ലോ ചർച്ച. ഇവിടെ ചർച്ച എന്താ? എങ്ങനെയാണ് ഇത്തരം ഒരു നിയമനം മുഖ്യമന്ത്രി VD സതീശൻ നടത്തുന്നത്? അവിടെ പ്രശ്നം എന്താ? ഇങ്ങനെയുള്ള ആളുകളെ നിയമിക്കരുത്. ഈ സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിലേക്ക് നിയമിക്കരുത് എന്ന നിലപാട് ഇപ്പൊ എടുത്ത ദേശീയ തലത്തിലെ ഏറ്റവും ഉയർന്ന നേതാവാരാ? അത് ശ്രീ രാഹുൽ ഗാന്ധി അല്ലേ? അദ്ദേഹമല്ലേ കൂൾ ഓഫ് ടൈമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ, എക്സിലെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹമല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ കൂൾ ഓഫ് ടൈം ബംഗാളിൽ മാത്രം ബാധകമായ മതിയോ? കേരളത്തിലെ സിഇഒക്ക് അത് ബാധകമാകണ്ടേ? ബംഗാളിലെ സിഇഒ ഇരുന്നത് പോലെ തന്നെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തസ്തികയിലല്ലേ ഈ രത്തൻ കേൽക്കർ ഇരുന്നത്? അങ്ങനെ ഇരിക്കുന്ന ഒരാളെ രാഹുൽ ഗാന്ധി തന്നെ നിർദ്ദേശിച്ച കൂളിംഗ് ടൈം എന്ന് പറയുന്ന വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് സ്വന്തം ഓഫീസിലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, നേരത്തെ പറഞ്ഞ ടിക്കാറാം മീണയെയും അതുപോലെയുള്ള ആളുകളെയും നിയമിച്ചതുപോലെ ലൈൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്കല്ല, ഗവൺമെന്റിന്റെ സാധാരണ വകുപ്പുകളിലേക്കല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയമിക്കുന്നു, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് തസ്തികയിൽ നിയമിക്കുന്നു. എന്താണ് മുഖ്യമന്ത്രിക്ക് അതിൽ താല്പര്യം? VD സതീശനുള്ള താല്പര്യം? അത് KC വേണുഗോപാൽ അറിയില്ല. അറിയാത്തത് കൊണ്ടല്ലേ KC വേണുഗോപാൽ പറയുന്നത് അത് ഭരണക്കാരോട് ചോദിക്കൂന്ന്. മുഖ്യമന്ത്രിയെ നിയമിക്കുമ്പോൾ KC വേണുഗോപാൽ അറിയണം, ഹൈക്കമാൻഡ് അറിയണം. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് തസ്തിക അത് അവരൊന്നും അറിയാത്തതുകൊണ്ടല്ലേ അസംതൃപ്തി. ഒരൊറ്റ മിനിറ്റ് അസിത, ഒരൊറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കാം. ഇങ്ങനെ വരുന്നത് അവിടെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന്റെ തൊട്ട് മുമ്പും ശേഷവും നടത്തിയ നടപടികൾ വിവാദ വിധേയമാകുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക്, ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള വിവാദമായ മംഗലാപുരം യാത്ര, ആ മംഗലാപുരം യാത്രയിൽ അവിടുത്തെ NDA നേതാവിനെ കാണുന്നത്, അദ്ദേഹത്തോടൊപ്പം ഗൗതം അദാനി ഗ്രൂപ്പിന്റെ മേധാവിയെ കാണുന്നത്, സാധാരണ VD സതീശൻ ധരിക്കുന്ന വൈറ്റ് ഖാദി ഷർട്ടിന് പകരം പ്രത്യേകം ഷർട്ട്, നമ്മളാരും VD സതീശന്റെ ഒരു ഫോട്ടോയിലും കാണാത്ത തരത്തിലുള്ള ഷർട്ട് ഉപയോഗിച്ച് മംഗലാപുരത്തേക്ക് നടത്തിയിട്ടുള്ള ദുരൂഹമായ യാത്ര, അതിനു വേണ്ടിയിട്ടുള്ള വിമാനം തന്നെ, ചാർട്ടേഡ് വിമാനം തന്നെ ആരുടേതാ? അദാനി ഗ്രൂപ്പിന്റേതല്ലേ? അങ്ങനെയെല്ലാം കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ, വന്ദേ മാതരം, ബാക്കി അദ്ദേഹം അറിയുന്നു. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇരുത്താൻ സത്യപ്രതിജ്ഞാ വേദിയിൽ സംവിധാനം വേണം. ഗവർണറുടെ തീരുമാനത്തോട് വിയോജി പ്രകടിപ്പിച്ച് സതീശൻ കർക്കശ നിലപാടെടുത്ത് അത് സാധ്യമാക്കുന്നു. എന്തേ വന്ദേ മാതരം ഫുൾ ടെക്സ്റ്റിൽ ആലപിക്കുന്നത് അദ്ദേഹം അറിയാതെ പോകുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.